ഹായ് ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ടേസ്റ്റിയും സ്പൈസി ആയിട്ടുള്ള കാന്താരി ബീഫ് റെസിപ്പി ഉണ്ടല്ലോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ബീഫിലേക്ക് മഞ്ഞൾ, മല്ലി, മുളക്, കുരുമുളക്, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ശേഷം ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ബീഫിട്ട് 2-3 പ്രഷർ കേൾപ്പിച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, കുറച്ചധികം കാന്താരി, പെരിഞ്ചീരകം ചതച്ച് വയ്ക്കാം. മറ്റൊരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 3 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്യാം. ശേഷം ചതച്ച് കൂട്ടിട്ട് കൊടുക്കാം. നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. നമുക്ക് 2 വലിയ തക്കാളി കൂടി ഇട്ട് ഒന്നുകൂടെ സോട്ട് ചെയ്ത് തക്കാളി വേവിച്ചുടച്ച് നമുക്ക് എടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കർ ക്ലോസ് ചെയ്ത് ഒരു പ്രഷർ കേൾപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മൾ മസാല നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടും. ഇനി ഒരു ഉരുളി എടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇടാം. നമ്മൾ വഴറ്റി വേവിച്ചുടച്ച് വെച്ചേക്കുന്ന നമ്മുടെ മസാല കൂട്ടിടാം. ഗരം മസാലയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. മസാലയിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് മറ്റേ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ഇതിലോട്ട് ഇടാം. ഇനി ഇതിൽ എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല. ഈ ഗ്രേവിയിൽ കിടന്ന് സ്ലോ കുക്കാക്കി നമുക്കെടുക്കാം. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള എണ്ണ തെളിഞ്ഞ് വന്നോളും. നല്ല ടേസ്റ്റി സ്പൈസി ആയിട്ടുള്ള കാന്താരി ബീഫ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് വഴി അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം.